ഹലോ നൻപൻസ്, നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗൈസ്, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ എന്താണ് നമ്മൾ ഈ ഒരു വേഷത്തിലൊക്കെ വന്ന് വീഡിയോ ഒക്കെ ചെയ്യണേന്ന്. നമ്മളൊരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പേര് ഹലോ നൻപൻസ്. അപ്പോ നമ്മൾ നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ പറ്റത്തില്ല, എന്റെ പാർക്കിങ്ങിലാണ്. അപ്പോ നമ്മൾ അകത്ത് കയറാൻ പോകണം. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ നമ്മള് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആൾക്കാരാണ്, പത്മനാഭന്റെ മണ്ണിലുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മളെ എന്താ ചെയ്യണേന്ന് വെച്ചാ നമ്മൾ തീരുമാനിച്ചു നമുക്ക് എവിടെ നിന്ന് അറിയാം സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ. അപ്പൊ നമ്മൾ ഒരുപാട് ഇവർ സജഷൻസ് വന്നു. ഞാൻ പറഞ്ഞു അറിയാം, നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ പോയി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അത് കൊള്ളാം, നമ്മളിപ്പോ ട്രിവാൻഡ്രം കാര്യം കൂടെ അല്ലേ, ആ ഒരു ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഒരു ചാനല് ഒരുപാട് പേര് ഞങ്ങളോട് ഇങ്ങനെ പറയാറുണ്ട്. കാരണം ഞങ്ങൾ ടിക്ടോക്ക് തൊട്ടുള്ള ഞങ്ങളെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, കുറച്ചു പേർക്കൊക്കെ ഞങ്ങൾ അറിയാമായിരിക്കും, കുറച്ചു പേർക്ക്. അപ്പോ കുറെ പേര് പറയാറുണ്ടായിരുന്നു, നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന നിങ്ങളുടെ കോംബോ നൈസ് ആണ്. നമ്മൾ ഡാൻസ് വീഡിയോസ് ആയാലും അല്ലാത്ത വീഡിയോസ് ആയാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പൊ എല്ലാരും പറഞ്ഞു ഇങ്ങനെ ഒന്ന് തുടങ്ങൂ പ്ലീസ്, ഒന്ന് തുടങ്ങൂ. അപ്പം ഇവൻ തുടങ്ങാൻ റെഡി ആയിരിക്കും. ചിലപ്പം ഒരുപാട് നാളോട്ട്, കുറേ നാളെ 2 വർഷമെങ്കിലും ആയി കാണുമല്ലോ. 2 വർഷത്തിന് ഇവൻ പറയാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറയാം സ്റ്റാർട്ട് ചെയ്യാം, പക്ഷെ എന്തെങ്കിലും കാരണങ്ങൾ വെച്ചാൽ അത് നമ്മള് മുടങ്ങി പോകും. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ പറയാം അളിയാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം അളിയാ, സെറ്റ് ആവാം എന്ന് പറയുമ്പോ അവൻ പറയും അളിയാ ചെയ്യാം അളിയാ. എനിക്ക് അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ ആവുന്ന ടൈം അവന് പറ്റൂല, അവൻ ഓക്കെ ആവുന്ന ടൈം എനിക്കും പറ്റില്ല. പിന്നെ അങ്ങനെ കൊറേ ഇങ്ങനെ ലാഗടിച്ച് ഫൈനലി രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങി. നല്ല മഴയും വെയിലും കുറുക്കന്റെ കല്യാണം നടക്കുന്ന സമയത്താണേ നമ്മുടെ ഈ ഡ്രസ് ഇട്ട ശേഷം അങ്ങോട്ട് നമ്പൂരി ഭാഷ അങ്ങോട്ട് വരുള്ളൂ. അതാ ഏറ്റവും വലിയ പ്രശ്നം. അതെ, മൈക്കൊക്കെ തന്നു പോകുന്നു. അപ്പൊ ഗൈസ്, അപ്പൊ ഞങ്ങള് ഇനി അമ്പലത്തിലേക്ക് പോവാണ് തൊഴാനായിട്ട്. അപ്പം ഈ കത്തി വശത്തിൽ ചെല്ലണമെന്നാ പറഞ്ഞിങ്ങനെ ആരെ ഇവൻ തന്നെ ഇവനോട്. അപ്പം ഞങ്ങള് അമ്പലത്തിൽ തൊഴാൻ പോവാണ്. ആ സമയം ഇതുപോലുള്ള ഞാൻ പറഞ്ഞ ഈ ചളു സാധനങ്ങളില്ലേ, അതൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തേക്കണേ. ഏതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എങ്ങോട്ട് ചെല്ലാൻ പോണെന്ന്, അത് നീ കട്ട് ചെയ്താൽ മതി. അപ്പൊ ഗൈസ്, അപ്പൊ ഞങ്ങള് അമ്പലത്തിലേക്ക് തൊഴാൻ പോവാണ്. അതുവരെ നിങ്ങൾക്ക് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അമ്പലത്തിന്റെ പരിസരവും അമ്പലവും ഒക്കെ ചുറ്റും ബോറ്. അപ്പൊ തുടക്കമാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മളെ വീഡിയോസിലുണ്ടാവും, നിങ്ങളെ കാണൂ. അപ്പൊ നിങ്ങൾ അത് സഹിക്കണം. അപ്പൊ നിങ്ങൾ അത് സഹിക്കണം. പിന്നെ ഇതുപോലത്തെ ചളു ഇഷ്ടം പോലെ എന്റെ വായിന്ന് ചറവറാന്ന് ഐറ്റംസും വരും ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അതൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. അപ്പൊ നിങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടെ ഉള്ള പരിസരത്തുള്ള നമ്മൾ കുറച്ച് വിഷ്വൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി എടുക്കുന്നുണ്ട്. കടയൊക്കെ ഉണ്ട് ഇവിടെ അടുത്ത്, അമ്പലം ഇവിടെ അടുത്ത് മഹാബലി ഉണ്ടല്ലോ, നമുക്ക് അവിടുത്തെ കഴിക്കാം. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോകുമ്പോൾ നിങ്ങളെയും കൂട്ടാം. പിന്നെ ഇവനെ ഈ ആറ്റിൽ മുക്കണം, ഇവിടെ നിന്ന് മുക്കി എടുത്തിട്ടാണ് എനിക്ക് കൊണ്ടുപോയത്. അപ്പൊ ഗൈസ്, നമ്മൾ അമ്പലത്തിൽ തൊഴാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഉള്ള വിഷ്വൽസ് ഒക്കെ സോറി, നിങ്ങൾ ഈ വിഷ്വൽസ് കണ്ടിരിക്കൂ. അപ്പോഴത്തേക്ക് ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങും. ബാക്കി നമുക്ക് അപ്പൊ സംസാരിക്കാം. ബൈ. അപ്പൊ എല്ലാരും വിഷ്വലൊക്കെ കണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഞങ്ങള് തൊഴുതിട്ട് ഇറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു, തൊഴുതിട്ട് ഇറങ്ങി. പിന്നെ വിഷ്വൽസ് എല്ലാരും കണ്ടിട്ടുള്ളതൊക്കെ തന്നെയല്ലേ. പിന്നെ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടും കൂടെ നമ്മളെ സംഭാവന. അപ്പൊ അങ്ങനെ എടുത്താണ്. അപ്പൊ ഞങ്ങള് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇവിടെ. ഇവൻ ഏകദേശം 10 വർഷത്തോളമായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ട് പോണം. പക്ഷേ ദൈവവിശ്വാസം അങ്ങോട്ട് തീരെ ഇല്ലായിരിക്കണം കുട്ടിക്ക്. ഇത് കാരണമെങ്കിലും വരാൻ പറ്റിയല്ലോ. ഇത് ഞാൻ പ്രാർത്ഥിച്ചു, എന്നെ നല്ല ബുദ്ധി തോന്നിക്കണേ ഭഗവാന്. അപ്പൊ ഗൈസ്, അപ്പൊ ഞങ്ങളിനി ഞങ്ങളൊന്നും കഴിച്ചില്ല. മണി എത്രയായി? മണി 10:30 മണിയായി. അപ്പൊ ഞങ്ങൾ പോയി കഴിച്ച് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റും നോക്കാം. അപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ മാറ്റി നമ്മള് ഞം തിന്നാൻ പോവാണ്. നോക്കടാ പൊട്ടാ. ദ ഇമ്പോർട്ടന്റ് തിങ് ഓഫ് ദ ലൈഫ്, ആര്യഭവൻ. അപ്പൊ ഗൈസ്, ഹോട്ടലില് നല്ല തിരക്കാണ്.
അപ്പൊ നമ്മള് മസാല ദോശ. എന്ത് ദോശ? മസാല ദശ. ഹലോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ തന്നെ തിരിച്ച് വീട്ടിൽ പോകാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. നമ്മുടെ ചാനലിൻ്റെ പേര് ഓർമ്മ, പുതിയ ഐറ്റംസ് ഒക്കെ വരും. പുതിയ ഐറ്റംസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ഫാക്ടർ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ. ഹലോ നൻപൻസ്. യെസ്. പേരെങ്ങനെയുണ്ട്? പേരെങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണം. പേരെങ്ങനെയുണ്ട്? ഇവ ഇട്ട് ഞാൻ ഒരിക്കൽ അപ്രതീക്ഷിതമായി ഇവനെ നമ്മുടെ സംസാരത്തിന്റെ ഇടയിൽ വന്നൊരു ഞാൻ ചുമ്മാ പറഞ്ഞു ഹലോ നൻപൻസ്. അപ്പൊ പെട്ടെന്ന് അളിയൻ പറഞ്ഞു അളിയോ സെറ്റ്. അത് കൊള്ളാം. പെട്ടെന്ന് എടുത്താണ്. ഇതിന് മുമ്പൊക്കെ നമ്മൾ വേറെ കുറെ പേരൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിരുന്നു. പക്ഷെ ഈ മലങ്കിഴങ്ങിന്റെ അടുത്ത് ഓരോ പേര് പണ്ട് ജാമ്പവാന്റെ കാലത്തുള്ള ഏതെങ്കിലും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് വരും അളിയൻ എന്നൊക്കെ. അപ്പൊ ഗൈസ് വേറെ ഒന്നുമില്ല. ഇപ്പൊ പുതിയ കണ്ടന്റുകളായിട്ട് ഞങ്ങൾ വരും നിങ്ങളുടെ മുമ്പിലേക്ക്. അപ്പം ഇനി അടുത്ത് ഞങ്ങൾ എങ്ങനെയാ പരിചയപ്പെട്ടത്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ പറയാനായിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അത് തന്നെ ആയിക്കോട്ടെ. മീൻസ് നമ്മളെ കുറിച്ച് അറിയാം. ഒരുപാട് പേര് ചോദിക്കുന്നു നിങ്ങളെ ജോലി, നിങ്ങളെ സ്ഥലം, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. യെസ്. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ പിന്നെ വിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ വരുന്നതായിരിക്കും. അപ്പോൾ കിഡിൽ ഐറ്റംസ് വരും. ഇനി അങ്ങോട്ട് വരാൻ പോണേ ഉള്ളൂ. എവിടെന്നെങ്കിലൊക്കെ വരും, വരുത്തിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മളെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് വേണം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും സന്ധ്യയ്ക്കും വരയ്ക്കും, അങ്ങനെയല്ലേ? എങ്ങനെയെങ്കിലും ഒരു ഫ്ലോ സൈനിങ് ഓഫ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ക്യാമറമാൻ ശ്രീജിത്ത് ചോമനയോടൊപ്പം ബൈ.